വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മവാഇദുൽ മുലൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഭരണാധികാരികൾ നന്നായാൽ രാജ്യത്ത് ഒരുപാട് അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാവും. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് ഉദ്ധരിക്കാനുള്ളത്. കിസ്റ രാജാവ് ഒരു ദിവസം വേട്ടയാടാൻ വേണ്ടി തന്റെ പ്രജകളുമായി പുറപ്പെട്ടു. അങ്ങനെ പ്രജകളിൽ നിന്ന് കൂട്ടം തെറ്റി രാജാവ് സഞ്ചരിക്കേണ്ടി വന്നു. കുറെ സഞ്ചരിച്ചപ്പോൾ കാർമേഘം ഇരുണ്ടു മൂടി ശക്തമായ മഴ പെയ്തു. അദ്ദേഹത്തിന്റെയും സൈന്യത്തിന്റെയും ഇടയിൽ എവിടെയാണ് ആളുകളെന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായ ഇരുട്ട് മറയായി ഭവിക്കുകയാണ്. മഹാനവറുകൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയില്ല. ശക്തമായ മഴ പെയ്തപ്പോ രാജാവെന്നിട്ട് കാര്യമില്ലല്ലോ, മഴ കൊള്ളാതിരിക്കും. അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ നോക്കിയപ്പോ ഇനിയിപ്പോ എന്താ മാർഗം? അപ്പോഴാണ് ചെറിയൊരു ചെറ്റക്കുടിൽ കാണുന്നത്. ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു വളരെ വൃദ്ധയായ ഒരു പെണ്ണുണ്ട്. ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും കുതിര അവിടെ കെട്ടിടുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നേരം മഴ തോരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് പശുവിനെ നോക്കാൻ പോയതായിരുന്നു പെണ്ണ്. തന്റെ അവിടുത്തെ ആ വീട്ടിലെ മകള് പശുവിനെ മേക്കാൻ പോയതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പശുവിനെ മേക്കാൻ പോയ ആ പെൺകുട്ടി തിരിച്ചു വന്നിട്ട് ആ പശുവിനെ കറന്നു. അപ്പൊ വൈകുന്നേര സമയമായിരുന്നു. സുബ്ഹാനല്ലാഹ്, പാല് ധാരാളം പാല്, സമൃദ്ധമായ പാല് കണ്ടപ്പോ രാജാവ് ഇങ്ങനെ മനസ്സിലാക്കി, യംബഗി അൻ നജഅല അലാ കുല്ലി ബഖറത്തിൻ ഖറാജൻ, ഓരോ പശുവിന്റെയും പേരിൽ ടാക്സ് നികുതി ഈടാക്കണമെന്ന് മൂപ്പർ തീരുമാനിച്ചു. ഫഹാദാ ഹല്ലാബുൻ കസീറുൻ, എത്ര പാലാണത്! ഇവർക്ക് ധാരാളം പാലുണ്ടല്ലോ, എത്ര പാലാണ് ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ തന്നെ കറന്നത്. അങ്ങനെ രാവിലെ ആയപ്പോൾ, ഒരു പാതിരാ സമയമായപ്പോൾ ആ പെൺകുട്ടി വീണ്ടും പശുവിനെ കറുക്കാൻ ശ്രമിക്കുകയാണ്. എത്ര കറന്നിട്ട് പാല് കിട്ടുന്നില്ല, പാലെത്ര കറന്നിട്ടും പാല് കിട്ടുന്നില്ല. ഫനാദത്ത്, അപ്പൊ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ ഖദ് അൽമറൽ മലികു ലിറഇയതിഹി സുആ, നമ്മുടെ രാജാവില്ലേ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നലത്തെ പാല് കറവ് കണ്ടിട്ട് എന്തോ ഒരു മാനസികമായി അദ്ദേഹത്തിന് ഒരു വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട്. നമ്മുടെ പാല് കറവ് കണ്ടിട്ട്, ഇന്നലത്തെ പാല് കറക്കൽ കണ്ടിട്ട് രാജാവിന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. സുഖകരമല്ലാത്ത എന്തോ ഒരു ചിന്ത ഉദിച്ചിട്ടുണ്ട് ഉമ്മ. കാരണം എന്ന് നോക്കുമ്പോ പാല് കറന്നിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാലത്ത് അപ്പോൾ ഉമ്മ പറഞ്ഞു, വമാദാലിക്ക് കാലത്ത് ഇന്നൽ ബഖറത്തമാ തബിദു ബികസറത്തി ലബനിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചപ്പോ ഉമ്മ, ഒരു തുള്ളി പാലൊന്നും കിട്ടില്ല, ഒരു തുള്ളി പാല്. അത് തന്നെ ഞാൻ പറയാൻ കാരണം. ഇന്നലെ രാജാവ് പാല് കറക്കണ കണ്ടപ്പോ മൂപ്പര് ആശ്ചര്യഭരിതനായി നിന്നില്ലേ. അപ്പൊ മനസ്സിൽ എന്തോ ഒന്ന് മൂപ്പര് വിചാരിച്ചു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണേറിട്ടി എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു വർത്താനം ഈ പറയും. ആ രാജാവ് സുഖകരമല്ലാത്ത എന്തോ ഇന്നലെ മനസ്സിൽ വിചാരിച്ചു, അതുകൊണ്ട് ഇന്ന് പാലില്ല. കാലത്തിലെ ആ പൊമ്മറിനും കുസി താമസിക്കു പെണ്ണെ, പിന്നെ അലയിക്കില്ല, വൈകുന്നേരം വരാണ്ടല്ലോ. അതുകൊണ്ട് വൈകുന്നേരം കൂടി നോക്കാം. ക്ഷമതാണ് മാതാപിതാക്കൾ കുട്ടികളോട് പറയേണ്ട നല്ല ഉപദേശമാണ് ഇത്. ക്ഷമിക്ക്, എടുത്തു ചാടുക.
അല്ലേ? അതേസമയം ഈ ആത്മീയത ഇല്ലാത്ത ഉമ്മയാണെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ അറിയാം, ഞാൻ ഇന്നലെ ഇന്ന് കയറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ശകുനം പണ്ടാറടക്കിയെന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പൊലിപ്പിച്ച് ആകെ അടങ്ങിറങ്ങി കളയും. പക്ഷെ ഇതല്ല, ഈ താമസിക്കുക. ഇപ്പൊ ഒരു വൈകുന്നേരം കറന്ന പശുവിനെ വീണ്ടും രാവിലെ തറന്നപ്പോ കിട്ടിയില്ല എന്ന് വിചാരിച്ച് തീരെ പാലില്ല എന്ന് വിചാരിക്കാൻ നോക്കുവോ? വൈകുന്നേരം ആവട്ടെ. അങ്ങനെ അപ്പോൾ ഈ വിവരം രാവിലെ പശുവിനെ കറന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോ രാജാവ് വിചാരിച്ചു ആ പാലെങ്കിലും ഉള്ളതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, ആ പാലും കൂടി ആ വീട്ടുകാർക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് തിരിച്ചൊരു ചിന്ത മനസ്സിൽ, നല്ല രൂപത്തിലുള്ള ഒരു ചിന്ത വിചാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ചിന്തയിൽ നിന്ന്, അതായത് നികുതി ഏർപ്പെടുത്തണമെന്ന ചിന്തയിൽ നിന്ന് രാജാവ് പിന്തിരിഞ്ഞു. പെണ്ണെ വൈകുന്നേരം പശുവിനെ കറക്കണില്ലേ? അങ്ങനെ പെണ്ണ് എണീറ്റു. പവചത്തിൽ വക്കറത്ത ഹാഫിലൻ, പശുവിനെ കറന്നു നോക്കുമ്പോഴോ നല്ലോണം പാല് ചുരത്തുന്ന അവസ്ഥയുണ്ടായി. ഫക്കാലത്ത് പറഞ്ഞു, യാ ഉമ്മാ ഖദ് വല്ലാഹി സാല മാ ഫീ നഫ്സിൽ മലിക് മിനശ് ശർരി. നമ്മളെ രാജാവിന്റെ മനസ്സിലുള്ള ആ കെടുമ്പ് ചിന്തയുണ്ടല്ലോ, ആ മോശം ചിന്ത, അത് മാറി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം പാല് കിട്ടിയിരുന്നു. ഫലമ്മർതഫഅൻ നഹാറു ജാ അസ്ഹാബു കിസ്റാ. അങ്ങനെ സൂര്യ ഉദിച്ചുയർന്നപ്പോൾ ആ രാജാവിന്റെ അനുയായികളുണ്ട് വീട്ടിൽ വരുന്നു. വന്നിട്ട് പറഞ്ഞു, നിങ്ങളോടും മോളോടും രാജാവിന്റെ സന്നിധിയിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരും പോയി, ഉമ്മയും പോയി, അതുപോലെ തന്നെ മകളും രാജാവിന്റെ സന്നിധിയിലെത്തി. ഫഹ്സന ഇലൈഹിമ, രാജാവ് അവർക്ക് നല്ല പെരുമാറ്റമൊക്കെ നടത്തി. വഖാല, അതിന് പറഞ്ഞു, കൈഫ അലിംതുമാ ദാലിക, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുശ്ചിന്ത വന്നുപോയി എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? രാവിലെ പാല് കറന്നിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മയോട് പറഞ്ഞല്ലോ, മോള് ആ മനസ്സിൽ രാജാവിന്റെ മനസ്സ് കെടുമ്പാ തോന്നുന്നുണ്ട്, എന്തോ ഒരു മോശം ചിന്ത വന്നതിന്റെ പേരിലാണ് നമുക്കിത് പാല് കിട്ടാത്തത് പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായി. നിങ്ങൾ എങ്ങനെ? സത്യത്തിൽ ഇന്നലെ നിങ്ങളാ പാല് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓരോ പശുവിനും നികുതി ഈടാക്കണം. രാവിലെ കിട്ടിയില്ല എന്ന് ഇവരെ കേട്ടപ്പോ വേണ്ട, പാവൾ എങ്ങനെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു പോയി. അങ്ങനെ ഒരു ചിന്ത വന്നു എന്ന് എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിച്ചു. കാലത്തിൽ ഇന്ന ബിഹാദൽ മക്കാനി മുൻദു കദാ വകദാ, ഞാൻ എത്രയോ കാലങ്ങളായി ഇവിടെ ജീവിച്ചു വരികയാണ്. ഫമാ ഉമില ഫീനാ ബിഅദലിൻ ഇല്ലാ അഖ്സബത് അർദുനാ വത്തസഅ ഐസുനാ. എന്റെ ഇത്രയും കാലയളവിൽ എനിക്ക് അനുഭവപ്പെട്ട നല്ല ഭരണാധികാരി വരുമ്പോഴൊക്കെ ജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയിലുള്ള ജീവിതമുണ്ട്, നല്ല അനുഗ്രഹങ്ങളുണ്ട്, ഐശ്വര്യമുണ്ട്. അതേസമയം രാജാവ് ഗുഡ്സായ ഹൃദയക്കാരനും പരുപരുക്കൻ സ്വഭാവക്കാരനുമാണെങ്കിൽ ആ നാട്ടുകാരുടെ അവസ്ഥ ദുസ്സഹമാണ്. ജീവിതം വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ഒരു ഐശ്വര്യവുമില്ലാത്ത വരണ്ടുണങ്ങിയ അവസ്ഥയാണ്. അപ്പോ ഇതാണ് എന്റെ ജീവിതത്തിലെ അനുഭവം. അപ്പൊ ഇന്നലത്തെ ക്ഷാമം കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചുവോ എന്ന് ചിന്തിച്ചു. ഇന്നത്തെ ക്ഷേമം കണ്ടപ്പോൾ രാജാവ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നും മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ആത്മാവാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തിന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഹൃദയമാണ്. ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നായി, ഹൃദയം മോശമായാൽ മനുഷ്യൻ മോശമായി എന്ന് പറഞ്ഞതുപോലെ ഭരണാധികാരി നന്നായാൽ ആ നാട്ടിലുള്ള ജനങ്ങൾ നന്നായി. ഭരണാധികാരി, നേതൃത്വം നൽകുന്ന അമീർ മോശമായാൽ പിന്നെ പ്രജകളുടെ കാര്യം പറയാനേയില്ല. നേതൃത്വം നൽകുന്ന ആള് തന്നെ അക്രമവും അനീതിയും അരാജകത്വവും അധർമ്മവും നടപ്പിലാക്കുന്ന ആളാണെങ്കിൽ പിന്നെ അതിനേക്കാൾ നല്ലൊരു അനുയായികളെ പ്രതീക്ഷിക്കണം? വേണ്ട, അവരും മോശമായി. നേതൃത്വം നൽകുന്ന ആള് തഖ്വയും
അതുപോലെ സുൽഹും ജൂദും സുഹദും ഒക്കെയുള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രജകളുണ്ടാകും. ഇപ്പോഴും നമുക്ക് കാണാമല്ലോ, നേതൃത്വം നൽകുന്ന പല സംഘങ്ങളെയും വിലയിരുത്തിയാൽ നമുക്കത് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാണ്, ഹിദായത്ത് നൽകുന്നത്, പാപങ്ങൾ പുറത്തു തരട്ടെ. ഈ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വിട്ടാൽ നമുക്ക് ഇൽമു പഠിക്കാൻ സഹായകമായ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.